നമസ്കാരം. ഡിബേറ്റ് 360ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നാകെ അടിതെറ്റി. CPM-ന്റെ ദേവസ്വം ബോർഡുകൾക്ക് പങ്കില്ലെന്ന് ന്യായീകരിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് വിശ്വസ്തനായ N. വാസുവിന്റെ അറസ്റ്റ് കനത്ത തിരിച്ചടിയായി. വാസു മാത്രമല്ല, പത്മകുമാറും പിന്നാലെ PS പ്രശാന്തുമെല്ലാം SITയുടെ വലയിലാകുമെന്ന് ഉറപ്പാണ്. വാസു നടത്തിയ കൊള്ളയുടെ തുടർച്ചയാണ് പത്മകുമാറും പ്രശാന്തുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിലവിലെ മന്ത്രി VN വാസവനും കൈകഴുകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരടങ്ങുന്ന വമ്പൻ സ്രാവുകളും ഉടൻ കുടുങ്ങുമെന്ന് ഉറപ്പാണ്. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് വമ്പൻ സ്രാവുകളെ SIT ഉടൻ പിടികൂടും എന്ന് തന്നെയാണ്. ഡിബേറ്റ് 360 ചർച്ച ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ള എല്ലാം ദേവസ്വം ബോർഡിൻ്റെ അറിവോടെയെന്ന് തെളിഞ്ഞതോടെ പത്മകുമാറിൻ്റെയും PS പ്രശാന്തിൻ്റെയും അറസ്റ്റിന് എത്ര മണിക്കൂറിൻ്റെ ദൈർഘ്യം? ഇവർക്ക് പിന്നാലെ ഇവരുടെ ഗോഡ് ഫാദർമാരുടെയും പങ്ക് വെളിച്ചത്ത് വരില്ലേ? കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയും ലാഭവിഹിതം കൈപ്പറ്റുകയും ചെയ്ത മുഴുവൻ പേരും നിയമക്കുരുക്കിൽ പെടുകയല്ലേ? ദേവസ്വം മന്ത്രി VN വാസവന് മന്ത്രിയായി തുടരാൻ എന്ത് ധാർമ്മിക യോഗ്യത? CPM നടത്തുന്നത് അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയോ? അന്താരാഷ്ട്ര മാനമുള്ള സ്വർണ്ണക്കടത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടിയോ? ഈ പാർട്ടി പിടിച്ചെടുക്കുന്ന പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് CPM-ൽ. അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിശ്വാസമില്ലാത്തവനൊക്കെ പിടിച്ച് അമ്പലത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കും. അപ്പൊ അവരുടെ കണ്ണ് വിശ്വാസം സംരക്ഷിക്കലല്ല, അവരുടെ കണ്ണ് എത്ര സ്വത്തുണ്ട് എന്നുള്ളത് പിടിച്ചെടുക്കലാണ്. മിസ്റ്റർ വാസു ഇപ്പം ഞാൻ പറയാനുള്ളത്, ഞാൻ കേട്ടു CPM സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ്. അത് ഉദ്യോഗസ്ഥനാണ്. എന്തോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം, പഞ്ചായത്ത് പ്രസിഡന്റ്. ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി നിയോഗിച്ച CPM-ന്റെ സ്ഥിതി അറിയാമല്ലോ. മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുക്കുന്ന സെക്രട്ടറി ആയിരുന്നു ഗുരുദാസൻ, സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ പാവത്തിനെതിരാ പറയുന്നത്. അദ്ദേഹത്തിന് പാർട്ടി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോ ഇതിന്റെ പേരിലല്ല, യഥാർത്ഥ സ്പോൺസർമാർ, വാസുവിന്റെ ബോർഡ് ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, അവരെ നിയമത്തിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസികളുടെ ആവശ്യമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ രാജേഷ് ചിറപ്പാട്, മാധ്യമപ്രവർത്തകൻ ശ്രീ KA ഷാജി എന്നിവർ ചേരുന്നു. ആദ്യം പ്രൊഫസർ റോണി കെ ബേബി, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞു തന്നെയാണ് കാര്യങ്ങൾ നടന്നതെന്നാണ് ഇപ്പോൾ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇടതുപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കല്ലേ നമുക്കറിയാവുന്നതാണ്. ഈ ഞങ്ങളുടെ ദേവസ്വം ബോർഡിന് ഇതുമായി യാതൊരു പങ്കുമില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ N. വാസു ഇപ്പോൾ അറസ്റ്റിലാണ്. മറ്റൊന്ന്, പത്മകുമാർ ഈ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഉടൻ തന്നെ പത്മകുമാറും ആ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ഒരുപക്ഷേ ഇപ്പോൾ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കുമ്പോൾ പത്മകുമാറും അറസ്റ്റിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന, ഇതിലൊന്നും പങ്കില്ല, ഇതൊക്കെ കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കും, പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിരുന്ന CPM-ന് ഇനി എന്തായിരിക്കും പറയാൻ ഉള്ളത്? ശബരിമലയിലെ പരിപാവനമായ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയി എന്ന വാർത്ത പുറത്തു വന്ന അന്ന് മുതൽ, അതിന്റെ ആരംഭഘട്ടത്തിൽ ഇതിനെ ലഘൂകരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPM ശ്രമിച്ചത്. ഇതൊരു നിസ്സാര സംഭവമാണെന്നും അവിടെ ഏതാനും ഉദ്യോഗസ്ഥന്മാര് നടത്തിയ തട്ടിപ്പാണെന്നും ദേവസ്വം ബോർഡിന് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നുമൊക്കെ കണ്ട് വളരെ ലഘൂകരിച്ച്, നമ്മൾ പ്രതീക്ഷിച്ചത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ സ്വർണ്ണപ്പാളികള് നഷ്ടപ്പെട്ടു, അല്ലെ മോഷണം പോയി എന്ന് പറയുന്ന സ്വർണ്ണപ്പാളികൾ അവിടെ സന്നിധാനത്ത് തന്നെ ഉണ്ട് എന്ന വാർത്ത പോലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അത്രയും നിസ്സാരമായിട്ടാണ് CPM ആ വിഷയത്തെ കണ്ടത്. നമുക്കറിയാം, പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇത് നമുക്കറിയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അന്വേഷണം എത്തി ഇപ്പോൾ അവസാനം കള്ളൻ കപ്പലിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇതൊരു നിസ്സാര സംഭവമല്ല, ദേവസ്വം ബോർഡ് ഇതിന് അറിവുണ്ട്. 2019 മുതൽ അന്ന് അധികാരത്തിലിരുന്ന 3 ദേവസ്വം ബോർഡുകൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് CPM-ന്റെ ഒരു സ്വഭാവം അറിയാം. കാരണം അവരുടെ കീഴിലുള്ള സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ പോലും അതെല്ലാം CPM-ന്റെ ഒരു ഫ്രാഞ്ചൈസി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്.
ദേവസ്വം ബോർഡ് പോലും കൃത്യമായി തന്നെ CPM നിരീക്ഷണത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സന്നിധാനത്ത് നടന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണ പാളി മോഷണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മറ്റ് ഭക്തസാധനങ്ങളുമായി അതിന്റെ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ, അതിന്റെ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടെ സർക്കാരിനറിയാം, ദേവസ്വം വകുപ്പിനറിയാം, ദേവസ്വം മന്ത്രിക്കറിയാം, സർക്കാരിലെ ഉന്നതരായ ആളുകൾക്ക് മുഴുവൻ അറിയാം. ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 3 ഇടക്കാല ഉത്തരവുകൾ മാത്രം പരിശോധിച്ചാൽ മതി. ഏറ്റവും അവസാനം വന്ന കേരള ഹൈക്കോടതിയുടെ ആ ഉത്തരവിൽ അതിശക്തമായിട്ട് എന്താ കേരള ഹൈക്കോടതി പറയുന്നത്? ഇത് ഇന്റർനാഷണൽ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താ അന്താരാഷ്ട്ര ബന്ധം വരെ ഉള്ള. കാരണം അവിടെ പറയുന്ന ഒരു സുഭാഷ് കപൂർ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷേത്ര ഭക്ത സാധനങ്ങളുമായി ബന്ധപ്പെട്ട കവർച്ചയില് ഏകദേശം 800 കോടിക്ക് മുകളിലുള്ള കവർച്ച നടത്തിയതിന് പേരിൽ പിടിക്കപ്പെട്ട സുഭാഷ് കപൂർ. ആ സുഭാഷ് കപൂറിന്റെ കവർച്ചയെ പോലും അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ കൊള്ളയാണ് നടത്തിയത് എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അല്ല, AICC ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി കൃത്യമായി തന്നെ ഒരു സീക്വൻസായി 2019 മുതൽ 2025 വരെയുള്ള 6 വർഷങ്ങളിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഒരു സീക്വൻസായി, ഒരു കണ്ണി പോലെ കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ആ ഉത്തരവുകളിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2019 മുതലുള്ള 3 ദേവസ്വം ബോർഡുകൾ, ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ച ആളുകൾ, അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിമാർ. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത്, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഈ അന്വേഷണം ഇതൊക്കെ നോക്കിയോ, കേരളം ഞെട്ടാൻ പോകുന്ന വാർത്തകളാണ് പുറത്തുവരാൻ പോകുന്നത്. ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടം വരുമ്പോഴും അല്ല, ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിന് പ്രതികളെന്ന് പറഞ്ഞിരുന്ന സർക്കാർ എവിടേക്ക് എത്തി നിൽക്കുന്നു എന്ന്. ഇപ്പോൾ N വാസു അറസ്റ്റിലായിരിക്കുന്നു. N വാസു എന്താ ഒരു പരൽമീനാണോ, ഒരു ചെറിയ മത്സ്യമാണോ N വാസു? അല്ല, അദ്ദേഹം CPM പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, CPM മന്ത്രിമാരുടെ സെക്രട്ടറി ആയിരുന്നു, വിജിലൻസിന്റെ ഉപദേശകനായിരുന്നു. സർവോപരി CPM സംസ്ഥാന നേതൃത്വവുമായി ഇന്ന് കേരളം ഭരിക്കുന്ന CPM നേതൃനിരയും ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാജേഷ് ചെറുപ്പാട്, ഇവിടെ ഇപ്പോൾ ഈ സംഭവം പരിശോധിക്കുമ്പോൾ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ, ഇവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു സർക്കാരും മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാവുന്നൊരു സാഹചര്യം, ഇപ്പോഴത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ അയ്യപ്പനെ തൊട്ട് കളിച്ചവരെല്ലാം ഓരോന്നായി പിടിയിലാകുന്നൊരു സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ അഴിമതി രഹിത ഭരണമാണെന്ന് വീമ്പിളക്കിയിരുന്ന സർക്കാരാണ്. അതിനുശേഷം വന്ന എത്രയെത്ര കാര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും കൂടി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും കൂടി വന്നപ്പോൾ ഈ സർക്കാർ കൃത്യമായി സർക്കാരിന് കൃത്യമായ ഒരു തിരിച്ചടിയല്ലേ ഉണ്ടായിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇതിൽ നിന്ന് എന്ത് മറുപടി ആയിരിക്കും ഇനി CPM പറയാൻ കഴിയുക? ഈ വിഷയത്തിൽ CPM എന്നുള്ളതല്ല, LDF ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒളിച്ചോടേണ്ടതായ ഒരു കാര്യവും ഇടതുപക്ഷ ഗവൺമെൻറ്റിന് തൽക്കാലമില്ല. CPIM നേതാക്കൾക്ക് അത്രയും പോലുമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം CPIM നേതാക്കന്മാർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ നീളുന്നു എന്ന് ഉള്ള തരത്തിലുള്ള ഒരു വ്യാജമായ അല്ലെങ്കിൽ ഒരു ഭാവനാ ലോകത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇൻട്രോയിൽ എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതൻ അവതാരകൻ പറഞ്ഞത് തന്നെ അങ്ങേയറ്റം ഒരു ഭാവനയിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നാളെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു, ചില മന്ത്രിമാരുടെ പേരുകൾ പറയുന്നു, ചില CPM നേതാക്കളുടെ പേര് പറയുന്നു, അങ്ങനെ അതുകൊണ്ടല്ല മുൻ മന്ത്രിമാരുടെ പേര് പറയുന്നു. അങ്ങനെയുള്ള ഭാവനാത്മകമായ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കട്ടളപ്പാടി ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഈ കേസിൽ വളരെ ക്ലിയർ കട്ടായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ ടീമാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഉള്ളത്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായി അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. ഉപ്പ് തിന്ന ആരാണെങ്കിലും വെള്ളം കുടിക്കും. അതിനകത്ത് ഗവൺമെൻറ് അതിൻ്റെ അകത്ത് പ്രത്യേകമായ ഇടപെടൽ നടത്തുന്നില്ല. ഒന്ന് പിന്നെ ഒരു കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉപ്പ് തിന്നിരിക്കുന്നത് ആരാണ്? N വാസു എന്ന് പറയുന്ന വെറും ഒരു ദേവസ്വം കമ്മീഷണർ മാത്രമല്ല. നേരത്തെ അവിടെ ഇപ്പോൾ ശ്രീ പ്രൊഫസർ റോണി കെ ബേബി അദ്ദേഹത്തിന്റെ പാരമ്പര്യമൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തൊട്ട് പിന്നാലെ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ ശ്രീ രാജേഷ്, ഇവിടെ
റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ വെറുതെ ഭാവനയിൽ തീർച്ചയായിട്ടും റിമാൻഡ് റിപ്പോർട്ടിന്റെ കാര്യം റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് വാസു പറയുന്നത് പത്മകുമാറിന്റെ കുറ്റി പറയുന്ന കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനും പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിലപാട് തന്നെയാണല്ലോ ഈ ദേവസ്വം ഈ LDF ഗവൺമെന്റിനുള്ളത്. എന്താണ് തർക്കം? ഈ ഗവൺമെന്റ് തന്നെയാണ് അത് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാരാണ്. അപ്പം ആരെയും കുറ്റം ചെയ്ത ആരെയും ഒരു തരത്തിലും രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്നും അവിടെ നിന്ന് ഇപ്പം നേരത്തെ ബഹുമാനായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടിരിക്കുന്നു. അമ്പലം പിടിച്ചെടുക്കാൻ എന്തിനാണ് അമ്പലം പിടിച്ചെടുക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വതന്ത്ര ബോഡിയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി എന്തെങ്കിലും പറയുക, വസ്തുതാപരമായ കാര്യങ്ങൾ പറയണം. അമ്പലം പിടിച്ചെടുക്കുന്നു എന്തിന്? അമ്പലം പിടിച്ചെടുത്തിട്ട് എന്താണ് CPIM LDF ഗവൺമെൻറ്റിന് എന്താണ് നേട്ടം? ഇത് ദേവസ്വം ബോർഡിൻ്റെ അകത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്. ആ സ്വതന്ത്ര ഏജൻസിക്കകത്ത് നടത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഇയാൾ ഈ പറയുന്ന വാസു എന്ന് പറയുന്ന വ്യക്തി ദേവസ്വം ബോർഡ് സ്വതന്ത്ര ഏജൻസിയാണെന്ന് താങ്കൾ പറയുമ്പോൾ ഈ ഏജൻസികളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആരാണ്? CPM അല്ലേ? ഈ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ. അതിനകത്ത് കേരള ഗവൺമെന്റിലെ ഏതെങ്കിലും മന്ത്രിമാരോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യപരമായി ഭരണത്തിലേറിയിട്ടുള്ള ഏതെങ്കിലും മന്ത്രിമാരിലേക്കും ഇത് കൊണ്ടെത്തിക്കാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മൗഢ്യമാണ്. ഒരിക്കലും അതിലേക്ക് എത്തത്തില്ല. കാരണം അങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അമ്പലത്തെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ പറയുന്ന അതേ യുക്തിയാണ് ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവല്ലേ? ഇങ്ങനെ ഇത്തരം ആളുകളെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? ഒരിക്കലും അത് പാടില്ല. ഇതിൻ്റെ അകത്ത് വസ്തുത എന്താ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIT വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ തൃപ്തരാണ്. വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം പോകുന്നത്. മുഖം നോക്കാതെ നടപടി അതല്ലേ? ഞാൻ ചോദിക്കട്ടെ, LDF ഗവൺമെന്റിനെതിരെ എന്തൊക്കെ അഴിമതികൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ. ഇൻട്രോയിൽ പറഞ്ഞു ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാത്ത ചില സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ സത്യാനന്തര കാലത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി കൊണ്ട് ഈ ജനങ്ങളുടെ ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവല്ലേ, അപ്പം അതിനെ നമുക്ക് ഒരു തരത്തിലും നമുക്കതിനെ മൂടി വെക്കാൻ പറ്റില്ല. ഒരു കേസും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആരോപണങ്ങൾ മാത്രമാണ്. സ്വർണ്ണക്കടത്ത് ഇങ്ങനെ ചില പേരുകൾ മാത്രം പറഞ്ഞത് കൊണ്ടൊന്നും ഇതൊന്നും അവസാനിക്കുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള വളരെ കൃത്യമായ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് വാസുവിലേക്ക് അത് എത്തുകയും വാസു കുറ്റക്കാരനാണെന്ന് കാണുകയും റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാകുകയും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രിസഭയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള CPM നേതാക്കന്മാരിലേക്കോ LDF ഗവൺമെന്റിലെ ഏതെങ്കിലും മന്ത്രിമാരിലേക്കോ MLA മാരിലേക്കൊന്നും നീളില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേക സവിശേഷമായൊരു താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, വളരെ ഉന്നതനായിട്ടുള്ള നേതാവല്ലേ അദ്ദേഹം പറയുന്നത് എന്ത് യാഥാർത്ഥ്യം എന്തെങ്കിലും അമ്പലം പിടിച്ചെടുക്കാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ദയവായി തുടരുക ശ്രീ രാജേഷ്. ശ്രീ KA ഷാജി, ഇവിടെ ഇപ്പോൾ ശ്രീ രാജേഷ് പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ അങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം എല്ലാം കൃത്യമായി പോകുന്നുണ്ട്. മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. ഒന്നും ഈ ഞങ്ങളുടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. അറസ്റ്റിലായത് വാസുവാണ്, റിമാൻഡിൽ കഴിയുകയാണ്. ഇനിയിപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ട് തന്നെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമുള്ളതാണ്. ഒരു ദേവസ്വം ബോർഡ് ഇവിടെ നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ വാസു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ പത്മകുമാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും വളരെ ഗൗരവമുള്ളതാണ്. അതിന് തൊട്ട് പിന്നാലെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ വരെ എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പോകുമ്പോൾ കൃത്യമായി തന്നെയല്ലേ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഈ ഗോഡ് ഫാദർമാർ കൂടി ഇതിൻ്റെ ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമ്മൾ ഈ ഒരു വിവാദത്തിൻ്റെ ഒരു നാൾ വഴി എടുക്കുകയാണെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ആഗോളതലത്തിലുള്ളൊരു അയ്യപ്പ സംഗമം നടക്കുന്നു. അതിനുശേഷം കാര്യങ്ങളെല്ലാം സർക്കാരിന് അനുകൂലമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു വിവാദം പൊട്ടി വീഴുന്നു. ഇതിലൊരു പോറ്റി വരുന്നു. ആ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നു. ആ ലെവലിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ വാസുവിലേക്ക് എത്തുമ്പോൾ അതിന് തലം മാറി ഉന്നതരായ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണ സംവിധാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ സംവിധാനത്തിൽ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദികളായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു.
കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ സാധ്യതകളുണ്ട്. അടുത്തത് തന്നെ ആയാലും ഈ വാസു എന്ന് പറയുന്ന വ്യക്തി ഒരു ഏകദാനമായി അയാൾ മാത്രമായി അല്ലെങ്കിൽ അയാൾ പോറ്റിയുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പായി മാത്രം നമുക്ക് ഈ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ കാണാനാവില്ല. ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടാവും. എന്തു തന്നെ ആയാലും ഇപ്പോൾ കോടതി ഉത്തരവിട്ട ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ നാളിതുവരെയുള്ള പോക്ക് കണ്ടിട്ട് അത് വളരെ നേരായ രീതിയിലാണ് പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ അനാവൃതമാവുകയും തെറ്റ് ചെയ്തത് ആരായാലും അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിനൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സർക്കാരുള്ള ആളുകളോ അല്ലെങ്കിൽ മന്ത്രിമാരോ മറ്റാരെങ്കിലും ഇപ്പോൾ അവർക്കെതിരെ ഉയരുന്നത് ആരോപണം മാത്രമാണ്. അതിനകത്ത് എത്രമാത്രം വസ്തുതയുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മറുവശത്ത് ഇതിനൊരു ധാർമ്മിക ബാധ്യതയുണ്ട്. ഈ വാസുവിനെ പോലുള്ള ആളുകളൊക്കെ അവർ വളരെ ശക്തരായ മനുഷ്യരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ഏത് പാർട്ടിയുടെ ഏത് സർക്കാരിൻ്റെ കാലത്ത് വരുന്ന ആളുകളൊന്നും അത്ര നിസ്സാരന്മാരല്ല. ഈ വ്യക്തികൾക്ക് ഏകപക്ഷീയമായി കാര്യങ്ങൾ മോശമായി ചെയ്യാൻ തട്ടിപ്പ് നടത്താൻ വേണ്ടി സർക്കാർ അവരെ സ്വതന്ത്രരായി വിടുകയായിരുന്നു. അതോ ഇത് വളരെ താന്തോതികളായി സർക്കാരിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വന്തമായൊരു സാമ്രാജ്യമാക്കി ഇതിനെ മാറ്റി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ അയ്യപ്പൻ്റെ സ്വർണ്ണമടക്കം അടിച്ചുകൊണ്ട് പോകുന്ന ലെവലിലേക്കുള്ള രീതിയിൽ സ്വന്തമായി കാര്യങ്ങൾ നടത്തുകയായിരുന്നു. ഇവിടെ വലിയൊരു പ്രശ്നം അക്കൗണ്ടബിലിറ്റിൻ്റെയാണ്. കാരണം സർക്കാരിൻ്റെ കീഴിലാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ചെയർമാനെയും പ്രധാനപ്പെട്ട ആളുകളെയും എല്ലാം നിയമിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ നിലവിലുള്ള ചെയർമാനെ മാറ്റി കുറേ കൂടി രാഷ്ട്രീയമില്ലാത്ത ഒരാളെ കുറേ കൂടി ഒരു ഉദ്യോഗസ്ഥ തലത്തിലെടുത്ത വളരെ ആദരണീയനായ ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം നിയമിച്ചതുപോലും. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട ഒരു മേൽനോട്ടത്തിന് വീഴ്ചക്കുറവുണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ജാഗ്രതയിൽ വീഴ്ചക്കുറവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അറിവോടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്തി, അല്ലെങ്കിൽ അവർ അറിയാതെ അവരെ ഇരുട്ടിലാക്കിക്കൊണ്ട് നടത്തി. ഇപ്പം എന്തു തന്നെയായാലും ഒരു ജാഗ്രതയുടെ ഒരു സുതാര്യതയുടെ പ്രത്യേകിച്ച് ശബരിമല പോലൊരു സംവിധാനം. കാരണം നമ്മൾ ഈ ആഗോള സമ്മേളനം നടക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞത് അഖില ലോക തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റാനുള്ള വലിയൊരു നീക്കമാണ് നോക്കിയാണ്. അപ്പം അങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി കേരളം കാണുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഇത്ര വലിയ തിരിമറി നടക്കുന്നു. അതുപോലെ അയ്യപ്പൻ്റെ സ്വർണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്നൊരു വൈകാരിക തലമുണ്ട്. അത് ഭക്തരിലേക്കായാലും ഭക്തി ഇല്ലാത്തവരിലേക്കായാലും ഏതൊരു മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതുണ്ടാക്കുന്നൊരു രോക്ഷം കേരളത്തിലുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വലിയൊരു പ്രതീകമാണ്. സംഘപരിവാറൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഈ ശബരിമല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉൾക്കൊള്ളലിൻ്റെ സ്ഥലമാണ്, മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമാണ്, മനുഷ്യനെ ഒന്നിപ്പിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അയ്യപ്പൻ കൊടുക്കുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് അത് വലിയൊരു ബഹുസ്വര സമൂഹത്തിന് ഏറ്റവും അനുഭക്ഷണീയമായൊരു സന്ദേശമാണ്. അങ്ങനെ നടക്കുന്നൊരു സ്ഥലം ഒരു കൊള്ളയുടെയും ഒരു ജനങ്ങളെ പറ്റിക്കലിൻ്റെയും ഒരു സമൂഹത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് ഒരുപാട് ക്രിമിനലുകൾ കുറേ അവിടുത്തെ സ്വത്തുക്കൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ, സ്വർണം എല്ലാം കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയെടുക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ്. ഇതിലേക്ക് എത്തിക്കുമ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇത് നിർബാധം ഒരു കൊള്ളയ്ക്ക് വർഷങ്ങളോളം അവരെ തുറന്നു വിടാൻ സർക്കാരിന് എങ്ങനെ കഴിഞ്ഞു? ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നുകിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളിലേക്കാണ് ഇതിന് രാഷ്ട്രീയവും അല്ലാതെ ഭരണപരവുമായിട്ടുള്ള ഇത് ഉയർത്തുന്ന പ്രശ്നങ്ങളിലേക്കാണ് ഇനി അന്വേഷണം കടന്നു ചെല്ലേണ്ടത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ കാര്യങ്ങൾ, ശ്രീ രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇതിനെ ഈ വിചാരിക്കുന്ന തരത്തിൽ, കോൺഗ്രസ് വിചാരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കാനൊന്നും കഴിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഇവിടെ ഇപ്പോൾ എന്തിനാണ് ഈ CPM അമ്പലം ഈ നേരത്തെ കെ സി വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് വിമർശിച്ച കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലൂടെ പറഞ്ഞത്. എന്താണ് മറുപടി? ആദ്യം ചോദ്യം ചെയ്യപ്പെടാൻ വിളിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രകടിപ്പിച്ചത് ഇതേ ആത്മവിശ്വാസമായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ആദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ ലൈവായിട്ട് തന്നെ ഇവിടെ സംപ്രേഷണം ചെയ്ത അദ്ദേഹം ഇതൊന്നും എന്നെ ബാധിക്കുന്ന രീതിയിലല്ല എന്നുള്ള രീതിയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്താ? കാരണം എന്റെ പിന്നിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, എന്നെ സംരക്ഷിക്കുവാനായിട്ട് അതിശക്തരായ ആളുകളുണ്ട്. ഇത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പോയി എടുത്തോണ്ട് പോകാവുന്നതാണോ ഈ ദ്വാരപാലക ശില്പങ്ങൾ? അവിടെ നമ്മൾ അവിടുത്തെ ഒരു സംവിധാനങ്ങൾ നമ്മൾ പരിശോധിക്കണം. അവിടെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, 1. 2, തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. 3, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ട്. അവിടെ നടക്കുന്ന ഏത് പണികളാണേലും, സ്വർണം പൂശൽ പോലെയുള്ള എന്ത് പ്രവർത്തനങ്ങളാണേലും, സന്നിധാനത്ത് നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്.
ഇത്രയും വലിയ സംവിധാനങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത്രയും വലിയ മോഷണവും ക്രമക്കേടും അവിടെ നടന്നെങ്കിൽ ആ നടക്കുവാൻ കാരണമായത് ഭരണതലത്തിലെ ഉന്നതരായ ആളുകളുടെ അവർ നൽകുന്ന സംരക്ഷണമാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഈ അഴിമതിയുടെ ഈ തട്ടിപ്പിന്റെ ആ രേഖകൾ നീളുന്നത് ഭരണതലത്തിലെ ഉന്നതരായ ആളുകളിലാണ്. വളരെ കൃത്യമായിട്ട് ഒരു ഇൻസിഡന്റ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2019 എൻ വാസു, അദ്ദേഹം അന്ന് സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് മഗസറിൽ എഴുതി ചേർത്ത് ഇത് ചെമ്പുപാളികളാണ് എന്ന് എഴുതി ചേർത്ത് അവിടെ ആ ദ്വാരപാലക ശില്പങ്ങൾ 39 ദിവസം എടുത്ത്, ഞങ്ങൾക്ക് സംശയമുണ്ട് കാൽനടയായിട്ടാണോ അത് മദ്രാസിലേക്ക് പോയത് എന്ന്. ട്രെയിനിലും വിമാനത്തിലും ഒക്കെ പോയാൽ നമുക്കറിയാം എത്ര പെട്ടെന്ന് അവിടെ ചെല്ലും. 39 ദിവസം എടുത്തു മദ്രാസിയില് ഇതിന്റെ ആ സ്വർണം പൂശുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൃത്യമായി അവിടെ സന്നിധാനത്തുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ വാസു മഗസറിൽ എഴുതി വെച്ച കാര്യവും ഇതൊക്കെ കൃത്യമായി തന്നെ ദേവസ്വം വിജിലൻസ്, കാരണം വിജിലൻസ് എന്നൊരു സംവിധാനം എന്തിനാ, ദേവസ്വം വിജിലൻസ് ഇതൊക്കെ കൃത്യമായി തന്നെ അന്നേരം തന്നെ അവിടെ ദേവസ്വം വകുപ്പിനൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവർക്കെല്ലാം അറിയാം. കടകംപള്ളി സുരേന്ദ്രനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിനൊരു തട്ടിപ്പ് എന്താണെന്നറിയോ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുമ്പോൾ തന്നെ വീണ്ടും 2024 വീണ്ടും ഈ തിരുവാഭരണ കമ്മീഷണർ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, നമുക്ക് ഒന്നുകൂടി അതിൽ സ്വർണം പൂശണം, അത് അടിയന്തരമായി ചെയ്യണം. പുതിയ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, നമുക്ക് അത്രയും കാത്തിരിക്കാൻ കഴിയില്ല, മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ചെയ്യണം. ദേവസ്വം ബോർഡ് അതിന് അനുകൂലമായി ഉത്തരവിട്ടു. പക്ഷെ അന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. വീണ്ടും 2025 അന്നേരമാണല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ഇപ്പോൾ ഇത്രയും കഥകളും സംഭവങ്ങളും ഇവർക്കെല്ലാം അറിയാമായിരുന്നിട്ടും ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ മഗസർ റിപ്പോർട്ടുകളും ദേവസ്വം ബോർഡിന്റെ ഉന്നതരായ ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ഇവിടെ പറഞ്ഞ നിലപാട് എന്താ, ഇതൊക്കെ പ്രതിരോധങ്ങളാണ് ഇവരുടെ തടഞ്ഞു ഇവിടെ വീണത്. ആദ്യം മൂരാരി ബാബു, അയാളാണ് ഇതിന് മുഴുവൻ ഉത്തരവാദി, അയാൾ കോൺഗ്രസ്സുകാരനാണ്, ആ വാദം പൊളിഞ്ഞു വീണു. അദ്ദേഹം CPM-ന്റെ യൂണിയനിൽപ്പെട്ട ആളാണ്. പിന്നെ രണ്ടാമത് ബൈജു ഇതിന് പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ വീണ്ടും പറഞ്ഞു ബൈജു കോൺഗ്രസ് നേതാവാണ്. പക്ഷെ ഇവര് പറഞ്ഞ ബൈജു അല്ല യഥാർത്ഥ പ്രതിയായിട്ടുള്ള ബൈജു, അദ്ദേഹം CPM-ന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്ത് നുണക്കഥകളാണ് പറയുന്നത്. ഈ ബൈജു ആരാണെന്നൊന്ന് അന്വേഷിച്ച് അറിയാൻ പോലും അറിയാത്തവരാണോ ഈ സംസ്ഥാന CPM-ന്റെ നേതാക്കന്മാർ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുക ആ ബൈജു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ബൈജു ആണ്, പക്ഷെ ഇത് CPM-ന്റെ നേതാവായിട്ടുള്ള ബൈജു ആണ്. അപ്പോൾ ഇവര് എത്ര ദുർബലമായിട്ടുള്ള പ്രതിരോധങ്ങളാണ് തീർക്കുന്നത് എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ്സ് എ സീക്വൻസ്. ഇത് എന്ന് പറയുന്നത് ഒരു കണ്ണി ചേർത്ത ചെങ്ങല പോലെയാണ്. കാരണം നമ്മൾ പറയും ചക്കരക്കുടത്തിൽ വീണ്ടും വീണ്ടും കൈയിട്ട് നക്കുക എന്ന് നമ്മുടെ പഴമൊഴിയായി പറയുന്ന അവസ്ഥ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന അറിയാം. 2019 ഇങ്ങനെ അവിടെ ഈ പറയുന്ന ചെമ്പുപാളികളാണെന്ന് മഗസറിൽ രേഖപ്പെടുത്തി കൊണ്ടുപോയി അതിലുണ്ടായിരുന്ന 450 ഗ്രാം സ്വർണം കട്ടെടുത്തു. ഇപ്പോൾ പോലും ആ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇത് അവസാനം ഇതിന്റെ തൊണ്ടി മുതലൊക്കെ CPM-ന്റെ നേതാക്കന്മാരുടെ ഒക്കെ വീടുകളിൽ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇത്രയും ദിവസം അന്വേഷണം 3 മാസം പിന്നിടുക SIT-യുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ ഇതുവരെ തൊണ്ടി മുതൽ പോലും കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചുമ്മാ ബഹുമാനോട് KPCC പ്രസിഡന്റ് ഒരു പക്ഷെ ആരോപണം ഉന്നയിക്കുമ്പോൾ CPM-ന് വേണമെങ്കിൽ പറയാം അത് രാഷ്ട്രീയ ആരോപണമാണ്, ഇത് അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസോ അല്ലെ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയമാണെന്ന് പറയാം. കേരള ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇനിയും അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരണം. അവിടെ സന്നിധാനത്ത് നിന്നും ശബരിമല വിശ്വാസികളുടെ അവരുടെ ഹൃദയത്തെ അവരുടെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇനി അവിടുന്ന് എന്തൊക്കെ മോഷണം പോയിട്ടുണ്ട്, ഈ മഗസറിൽ എന്തൊക്കെ ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന N വാസു തന്നെ മഗസർ എഴുതി വെച്ചിരിക്കുകയാണ് അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണ്. അപ്പോൾ ഇനി അവിടുന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവിടുത്തെ ഒഫീഷ്യൽ, കാരണം നമുക്ക് ആകെ റെഫർ ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സാ. ആ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിൽ പോലും തിരിമറി നടത്തി അവിടെ നിന്നും കോടാനുകോടി രൂപയുടെ വലിയ തട്ടിപ്പാണ്. നമ്മൾ പോലും ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള അത്തരം വലിയ തോതിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളോ പറയുന്നതിനൊപ്പം അവിടെ ഈ കൃത്യമായി നിരീക്ഷണങ്ങൾ
ഇവിടെ അന്വേഷണ സംഘം തന്നെ നടത്തുന്നു. ആ റിപ്പോർട്ടുകളിലടക്കം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാജേഷ്, ഇവിടെ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതെന്തായാലും താങ്കൾ തിരസ്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളും താങ്കൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തി എൻ വാസു അറസ്റ്റിലാകുന്ന സാഹചര്യം ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകൾ ചോദ്യം ചെയ്യൽ, കാരണം വാസുവിനെ ചോദ്യം ചെയ്യുന്നതനുസരിച്ച് എന്തായാലും അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ കമ്മീഷണറായിരുന്ന കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു പത്മകുമാർ. ആ പത്മകുമാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായി തന്നെ മൊഴികൾ വരും. സ്വാഭാവികമായും അത്തരമൊരു അറസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെ ഇപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ നേരത്തെ ശ്രീ റോണി കെ ബേബി ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടുത്തെ അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും, കാരണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് എന്തുകൊണ്ടാണ് പങ്കെന്ന് ചോദിച്ചാൽ ഇത് തുടരാനുള്ളൊരു കാര്യം ഇപ്പോഴും വീണ്ടും വന്നു എന്നുള്ളതാണ്. പി പ്രശാന്തിനടക്കം അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യവും വ്യക്തമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ധാർമ്മികത എന്ന ഒരു വാക്കിനെ കേവലം ഒരു അർത്ഥമെങ്കിലും കൽപ്പിച്ച് ഈ ദേവസ്വം മന്ത്രി ഒന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അത് ഒരു മാതൃകാപരമായി ഇത്തരം കാര്യങ്ങൾ ഒന്ന് കാണിക്കേണ്ടത് നല്ലതല്ലേ? എന്തടിസ്ഥാനത്തിലാണത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എന്തിനാണത് മാറി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ കൃത്യമായ അന്വേഷണം നടക്കുന്നത് നിങ്ങളും പറയുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും പ്രതികളായി പറയപ്പെടുന്ന ആളുകളെ മുഴുവൻ തെളിവ് സഹിതം അല്ലെങ്കിൽ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി എന്തിനാണ് രാജിവെക്കുന്നത്? വരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ അതിനുശേഷം വീണ്ടും അത് ആവർത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഹൈക്കോടതിയും അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘവും തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ഇപ്പം ഇവിടെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പം പത്മകുമാറിൻ്റെ അടുത്തേക്കോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കൊന്നും അന്വേഷണം വന്നില്ലല്ലോ. വന്നതിന് ശേഷം നമുക്കത് ചർച്ച ചെയ്യാം. വരാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയത്തില്ല. വന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണം വളരെ കൃത്യമായിട്ടാണ്, വളരെ തൃപ്തികരമായിട്ടാണ് പോകുന്നത്. കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം, അയ്യപ്പ ഭക്തന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണത്. വളരെ കൃത്യമാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ വകുപ്പിൽ നടക്കുന്ന ഒരു അന്വേഷണം ഇവിടെയുള്ള കേരള പോലീസ്, കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ലാതെ, സ്വതന്ത്രപക്ഷപാതവും ഇല്ലാതെ അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അത്? വളരെ കൃത്യമല്ലേ? ഈ ജനങ്ങളതെല്ലാം കാണുന്നില്ലേ? ഇവിടെയുള്ള അയ്യപ്പ ഭക്തന്മാർ കാണുന്നില്ലേ? അപ്പോഴാണ് യാതൊരു പ്രതിപക്ഷം എത്ര കാലമായി ഈ 10 വർഷത്തിനിടയിൽ, ഈ 9 വർഷത്തിനിടയിൽ ഈ LDF ഗവൺമെൻറ്റിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നു. അവർ കൊണ്ടുവരുന്നത് മാത്രമല്ല, മറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കാൻ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ആരോപണങ്ങൾ കൊണ്ടിരുന്നു, ഒരാഴ്ച നിൽക്കും, അല്ലെങ്കിൽ ഒരു മാസം നിൽക്കും, അത് തെളിവുകളില്ലാതെ അഴിഞ്ഞു വീഴും. ഈ ഇങ്ങനെ നിരന്തര ആരോപണങ്ങൾ കൊണ്ട് നമ്മൾ പ്രതിപക്ഷമൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വസ്തുതാപരമായ കാര്യങ്ങൾ നമ്മൾ ഭാവനാത്മകമായ വിവരണാത്മകമായിട്ടുള്ള ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വസ്തുതാപരമായിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വേണം. പ്രതിപക്ഷത്തിൻ്റെ റോൾ വളരെ വലുതാണ്. ആ വളരെ വലുതായ ഒരു റോളിനെ കുറച്ച് കാണുന്ന തരത്തിലുള്ള ഊഹാഭാഗങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ അമ്പലം പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള വെറുതെ ഒരു തരത്തിൽ ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള ഭാവനാത്മകമായൊരു ലോകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ആരോപിക്കുന്നതിനപ്പുറത്തേക്ക് ഭരണത്തെ, ഗവൺമെൻറ്റിനെ കാര്യക്ഷമമാക്കുന്ന തരത്തിലുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് LDF പ്രതീക്ഷിക്കുന്നത്. കേവലം CPIMൻ്റെയോ LDFൻ്റെയോ നേതാക്കന്മാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായി വരട്ടെ. കുറച്ച് നാളുകളല്ലേ ഉള്ളൂ നമുക്ക്, കുറച്ച് നാളുകളല്ലേ ഉള്ളൂ, ഇനിയും പ്രതിപക്ഷത്തിരിക്കാനുള്ളതല്ലേ. അപ്പൊ ഈ 9 വർഷം കൊണ്ടെങ്കിലും പ്രതിപക്ഷത്ത് പഠിക്കണം. 9 വർഷമായി 10 വർഷം കൊണ്ട് ഇനി അധികം നാളില്ല. ഞാൻ പറയട്ടെ, അധികം നാളില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെല്ലാം പഠിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ് അടക്കമുള്ള UDF നേതാക്കളെല്ലാം ഇനിയും പ്രതിപക്ഷത്തിരിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ ക്രിയാത്മകമായി ഭരണചക്രത്തെ ചലിപ്പിക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമാണ് ആവശ്യം. അല്ലാതെ വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ട് വരരുത്. ജനം ഇത് കാണും.
അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദയവ് ചെയ്ത് അത് മനസ്സിലാക്കൂ. ശരി, ഞാൻ തിരിച്ചെത്താം. ഇത് ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്, ശരി, ഓക്കെ, സമ്മതിച്ചു. നേതാക്കന്മാരോടാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക് ദയവായി തുടരുക. ശ്രീ കെ ഷാജി, കാരണം ഇപ്പോൾ പറഞ്ഞത് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളുമായി മുന്നോട്ട് പോകരുത്, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് അപ്പുറം മറ്റു കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അന്വേഷണത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് കാണേണ്ടത്? അപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നമുള്ളത് വളരെ ആസൂത്രിതമായി നടന്ന ഒരു പകൽ കൊള്ളയാണ് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമുണ്ട്, സമൂഹത്തിന് ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്, അതിലൊന്നും തർക്കമില്ലല്ലോ. പക്ഷെ മറുവശത്ത് ഈ കോടതി മുൻകൈയെടുത്ത് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഒരു അന്വേഷണമല്ലായിരുന്നെങ്കിൽ ഇന്നിത് ഈ വാസുവിലെങ്കിലും എത്തുമോ എന്നുള്ളൊരു സംശയം സാധാരണ മനുഷ്യർക്കുണ്ടാവും. കാരണം നമ്മൾ സമാനമായ പല അന്വേഷണങ്ങളും കണ്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ സാധ്യതകളിലേക്ക് ആളുകൾ നോക്കും. കാരണം ഇത്ര വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു വലിയ കോൺസ്പിരസി നടന്നു. ആ കോൺസ്പിരസിയുടെ ഭാഗമായിട്ട് വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു കൊള്ള നടന്നു. അപ്പോൾ ആ കൊള്ളയുടെ പിന്നിലുള്ള ആളുകളിലേക്ക്, അതിൻ്റെ പല സാധ്യതകളിലേക്ക് മാധ്യമങ്ങളാരായും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരാരായും പൊതുസമൂഹമാരായും അതുപോലെ പ്രതിപക്ഷത്തിൻ്റേതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തും. നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്കല്ല പോകുന്നത്. പക്ഷെ മറുവശത്ത് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് വളരെ സ്വാഭാവികമാണ്. കാരണം കാലാകാലങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് ആ കാലഘട്ടത്തിലെ കൊള്ളകളായാലും പൊതുപണം തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളായാലും ഒക്കെ ഒരു ജനാധിപത്യ സമൂഹം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യങ്ങളെയൊക്കെ ഞങ്ങൾ ഇതെല്ലാം വെറും പുകമറയാണ്, ഇതൊങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ അവകാശത്തിൻ്റെ നിഷേധമാണ്. കാരണം മനുഷ്യർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. കാരണം ഇവിടെ തന്നെ നമ്മൾ നോക്കുക, കോടതി വളരെ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ട, കോടതിക്ക് മനസ്സിലായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നിശ്ചിതമായി കോടതി ഉത്തരവിട്ട് കോടതി നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ട് കഴിവുറ്റ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണം മാത്രമാണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഭരണകക്ഷിക്ക് ഈ അന്വേഷണം ഞങ്ങളാണ് നടത്തുന്നതെന്ന് പറയേണ്ട ഉത്തരവാദിത്തം പോലില്ല. കാരണം അത് കോടതി നടത്തുന്ന ഒരു അന്വേഷണമാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം ഇന്നിപ്പോൾ ഇവിടെ എത്തി വാസുവിലെത്തി നിൽക്കുന്നു. ഇപ്പോൾ വാസു എന്ന് പറയുന്നത് കേവലം ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നോക്കിയാൽ അദ്ദേഹം ഇന്ന് നിലവിലെ ഭരണകക്ഷിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായിരുന്നു. അതിൽ നിന്നും ജുഡീഷ്യറിയിലേക്ക് വന്ന ഒരാളാണ്, പിന്നെ ദേവസ്വത്തിലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിലുടനീളം ഈ പാർട്ടിയുടെ പിൻബലം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ, ഇത്ര ചരിത്രമുള്ള ഒരാൾ മറ്റാരും അറിയാതെ സ്വന്തം നിലയിൽ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം നൽകുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ടല്ലോ. ഈ ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഒരു പോറ്റിയും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു കൊള്ള എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും സ്വർണം ഈ കേരളത്തിൽ നിന്ന് ചെന്നൈ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ക്ലേശം പിടിച്ച സംഭവമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്രയും സമയമെടുത്തു എന്ന് പറയുമ്പോൾ ശരിയാണ്. കാരണം ഇത്രയും വലിയ സ്ഥിതി സ്വർണം വിമാനത്തിലൊക്കെ കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ സുരക്ഷയൊക്കെ പ്രശ്നങ്ങളാവും. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇവർ കൊണ്ടുപോയിട്ടുണ്ടാവുക? എങ്ങനെയാണ് കുറച്ച് ആളുകൾക്ക്, ഒരു കൂട്ടം കള്ളന്മാർക്ക് ഒരു കെട്ടുകഥ ഉണ്ടാക്കി ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ശ്രദ്ധയുള്ള, ഏറ്റവും ജനകീയ ജാഗ്രതയുള്ള, കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായിട്ടുള്ള ശബരിമല പോലൊരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങേയറ്റം വിലപിടിപ്പുള്ള സ്വർണം എടുത്ത് ഒരു അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഇതിനതിന് പകരം അതിന് ഫേക്കായിട്ടുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കൃത്യമായ ജാഗ്രതയുണ്ടെങ്കിൽ, സുരക്ഷയുണ്ടെങ്കിൽ, മേൽനോട്ടം ഉണ്ടെങ്കിൽ, പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ മുകളിലായാലും ശബരിമലയിൽ ഭരണം തന്ന ഉദ്യോഗസ്ഥൻ്റെ മുകളിലായാലും കൃത്യമായ ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ദേവസ്വം വകുപ്പുള്ളത്, ദേവസ്വം വകുപ്പിൽ മന്ത്രിയുള്ളത്, ദേവസ്വം വകുപ്പിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒന്നും ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ വരാതിരുന്നു. ഇപ്പോൾ കോടതി ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ കണ്ട ചില കുറിപ്പുകളുടെ, ചില നിഗമനങ്ങളുടെ, ചില ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഇത്രത്തെങ്കിലും വെളിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊരു ജാഗ്രത ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം അത് ആരും മനസ്സിലാകാതെ എക്കാലത്ത് സുരക്ഷിതമായി തങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഈ പോറ്റി മുതൽ ഈ മുകളിലേക്കുള്ള ആളുകൾ, വാസു വരെയുള്ള ആളുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നവർ കോടതിയുടെയോ നിയമത്തിൻ്റെയോ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ, താൽക്കാലികമായിട്ട് ജയിലിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ജാഗ്രതയുടെ ബലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം ശബരിമല എന്ന് പറയുമ്പോൾ ഒരുപാട് വൈകാരികത ഉള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് വിശ്വാസികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ടാവും.
ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ഈ ഒരുപാട് ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഭരണ സംവിധാനത്തിലായിരിക്കുന്ന ആളുകൾക്ക് ശ്രീ ഷാജി, അപ്പോൾ ശ്രീ രാജേഷ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് അപ്പുറം ഇതൊന്നും ചർച്ച ചെയ്യാതെ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളൂ. ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതല്ലേ. ശബരിമലയിലേക്ക് ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? ശബരിമലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കൂടിയത് ചർച്ച. പിന്നെ എന്ത് തന്നെയായാലും അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഇത്രയും സ്വർണം അന്യ സംസ്ഥാനത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് അവർ വേറെ എന്തൊക്കെയോ സാധനം തിരിച്ചുകൊണ്ടെന്ന് വെച്ചെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇത്രയും വലിയൊരു പകൽ കൊള്ള കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുണ്ടോ? അതിൻ്റെ ഗ്രാവിറ്റി നോക്കുമ്പോൾ, ഇതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി നോക്കുമ്പോൾ ഇതൊരു വലിയ ഏറ്റവും കേരളം വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളം മാത്രമല്ല, ഇത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരു അന്താരാഷ്ട്ര കൊള്ള എന്നുള്ള കാര്യം തന്നെ ആ തരത്തിൽ വരുന്നത്. ഞാനൊന്ന് ഷാജിൽ വേറൊരു കാര്യം കൂടി, ഇതിനിടയിൽ ശ്രീ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ CPM ശരിക്കും ഒരു വെട്ടിലായി എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അടിതെറ്റി എന്ന് പറയുമ്പോഴും ശ്രീ രാജേഷിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളും ഒന്നും പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അവിടെ ഒരു വാസു അറസ്റ്റിലായി എന്നുള്ളത് കൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ചോദ്യമാണ്, മറുചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അപ്പോൾ ശരിക്കും ഒരു അടിതെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയല്ലേ CPM? തീർച്ചയായിട്ടും ജയകുമാറിനെ പോലുള്ള ഒരാളെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മറ്റു പല ദേവസ്വങ്ങളിലായാലും സമാനമായിട്ടുള്ള നിയമനമല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അപ്പോൾ പലപ്പോഴും എന്താ പറയുക, ഈ അമ്പലങ്ങളിലോ വിശ്വാസങ്ങളിലോ താല്പര്യമില്ലാത്ത ആളുകളെ തന്നെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് നിയമിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഈ വിവാദങ്ങളിലേക്കൊന്നും പോകാത്ത ഒരുവിധം ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയെ തന്നെ കണ്ടെത്തി കൊണ്ടുവന്ന് അതൊരു റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഇതിൽ ഉണ്ടാകാൻ പോകുന്നൊരു ജനരോഷത്തെ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെതിരായി ഉണ്ടായിട്ടുള്ള ഒരു വികാരത്തെ എങ്ങനെ തണുപ്പിക്കണമെന്ന് സർക്കാരിന് കൃത്യമായ ബോധമുണ്ട്. അപ്പോൾ സർക്കാർ ഇവിടെ ഒരിക്കലും അയ്യപ്പൻ്റെ വിരോധമോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ വിരോധമോ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ആദരണീയനായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുവരും, ജയകുമാറിനെ പോലെ ഒരാളെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു നല്ല നീക്കമാണ്. അതൊരു ഇവിടെ തുടക്കമാവേണ്ടതാണ്. കാരണം നമ്മുടെ ഇതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ദേവസ്വങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും ആരാധനാലയങ്ങളുടെ കാര്യത്തിലായാലും പബ്ലിക് അക്കൗണ്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നതിൽ ഒരു വലിയ മാതൃകയാണ് തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ഒരു എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും നമ്മൾ കുറച്ച് കാണുമല്ല, പക്ഷേ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരല്ല ഇത്തരം സംവിധാനങ്ങളെ നയിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇൻറ്റഗ്രിറ്റി വേണം, സത്യസന്ധത വേണം എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ശരി, ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ഹൈക്കോടതി നിയമിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കും ഇതുവരെയുള്ള നീക്കങ്ങളുമെല്ലാം എല്ലാവരും അഭിനന്ദനാർഹം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അറസ്റ്റിലായി നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. മറ്റ് അറസ്റ്റുകളിലേക്ക് പോകുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. ആരൊക്കെ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറിൽ കണ്ടറിയാം. എൻ്റെ ഒരു ചോദ്യം, ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെ മറ്റോ ഇത്തരം പോലീസ് ഓഫീസേഴ്സ് മറ്റ് പല കേസുകളും അന്വേഷിച്ചിരുന്നുവെങ്കിൽ CPMലെ ഉന്നതരായ പല നേതാക്കളും ഇപ്പോൾ അകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട LDF നേതാവ് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് അദ്ദേഹം 2 തവണ പറയുകയുണ്ടായി, ഇവിടെ കഴിഞ്ഞ 9 വർഷം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മുഴുവൻ ആവിയായി പോയി എന്നുള്ളത്. അപ്പൊ ഞാൻ അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരും അദ്ദേഹം പറയുന്ന വാദം ശരിയാണെന്ന് പറയും. ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ആരോപണങ്ങളിൽ ഈ സർക്കാരിന് അനുകൂലമായ ഒരു ക്ലീൻ ചിറ്റ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ച സ്വർണ്ണ കവർച്ച അല്ല എല്ലാം സ്വർണ്ണമാണല്ലോ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അവസ്ഥ തന്നെ അറിയാം. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹം എന്തിനാണ് 90 ദിവസത്തോളം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം എന്തിനാണ് ഏകദേശം 90 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എന്തിന്റെ പേരിലാണ് പിന്നെ ഇവിടെ റെയ്ഡ് ചെയ്തെടുത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം വന്നപ്പോൾ അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി, തെളിവുകളൊക്കെ ഇല്ലാതാക്കിയത്? ആ കേസില് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ സർക്കാരിനോ ഒരു ക്ലീൻ ചിറ്റ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതി ഇതുവരെ നൽകിയിട്ടുണ്ടോ? ഒന്ന്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ, മാസപ്പടി പോലെയുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യയിലെ മുഴുവൻ കോടതികളിലും
അതിനെ SFIO അന്വേഷണത്തെ സ്റ്റേ ചെയ്യണം, തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകള് കയറി ഇറങ്ങി കേസുകളുമായി മുന്നോട്ട് പോകുന്നത്? എത്ര കോടതിയിൽ പോയി? കർണാടക ഹൈക്കോടതിയിൽ പോയി, കേരള ഹൈക്കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി, ഇനി പോകാൻ സുപ്രീം കോടതിയിലേ ഉള്ളൂ. ഇവിടെ നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട് തന്നെയാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇതിൻ്റെ അകത്ത് എക്സാലോജിക്കുമായി കരാറിൽ ഏർപ്പെട്ട അവര് പോലും സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നുകൊണ്ട് കേസ് വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുത്തുന്നത്? ആ കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏറ്റവും അവസാനം കേൾക്കുന്നത് എങ്ങനെയാ? SFIOയുടെ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരാകുന്നില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്ര ഏജൻസികളാണ് അന്വേഷണം നടത്തിയത്? ED, CBI, ഇന്റലിജൻസ് ബ്യൂറോ, SFIO, ഇന്ത്യയിൽ ഏതൊക്കെ അന്വേഷണ ഏജൻസികളുണ്ടോ അതെല്ലാം അന്വേഷിച്ചു. എങ്ങനെയാണ് കേസ് സെറ്റിൽ ചെയ്തത് എന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസ് എത്ര കോടിയുടെയാ? 400-500 കോടി രൂപയുടെ വലിയ ഭീമമായിട്ടുള്ള അഴിമതിയല്ല നടത്തിയത്. CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ അതിനകത്ത് പ്രതികളല്ലേ? നിങ്ങൾക്ക് ഏതിലൊരു കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഏതേലും തെറ്റാണെന്ന് ഇവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും കോടതികൾ വിധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് സംഘടിത കൊള്ളയാണ്. നിങ്ങളുടെ ദേവസ്വം ബോർഡുകൾ മുഴുവൻ ആദ്യം വാസുവിന്റെ നേതൃത്വത്തില് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയി. 1. 2, പത്മകുമാറിനെതിരെയുള്ള ആരോപണം എന്താ? അവിടുത്തെ കട്ടളപ്പാളുകളിലെ സ്വർണം പോലും അടിച്ചുകൊണ്ടുപോയി. ശബരിമലയിൽ എവിടെയെങ്കിലും ഒക്കെ സ്വർണം ഉണ്ടോ അത് മുഴുവൻ നിങ്ങളുടെ ദേവസ്വം ബോർഡിൽ അടിച്ചുകൊണ്ട് പോവുക സംഘടിതമായി. ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയില്ല. ഈ ആരോപണം ഉയർന്നപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞതാ, ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർ നടത്തിയ തട്ടിപ്പ് അതായിരുന്നു ഇത്. ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചോണ്ട് പോകാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ ദേവസ്വം ബോർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന 3 ദേവസ്വം ബോർഡുകൾ, N. വാസുവിന്റെ, പത്മകുമാറിന്റെ, ഇപ്പോൾ പ്രശാന്തിന്റെ, അവർക്കെല്ലാം ഈ കൊള്ളയിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ബഹുമാനപ്പെട്ട ഈ പറയുന്ന VN വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള മന്ത്രിമാർ, മുൻ മന്ത്രി, അദ്ദേഹം ഒക്കെ ഇതിനെ ന്യായീകരിക്കുവാൻ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുവാൻ വേണ്ടി വെപ്രാളം കാട്ടുന്നത് എന്നതിന്റെ അവരുടെ എല്ലാം പ്രൊഫസർ ODK ബേബി, ഈ കാര്യം ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപ്രതിനിധി ശ്രീ രാജേഷിനോട് ചോദിച്ചപ്പോൾ എന്തിനാ രാജിവെക്കണം, എന്ത് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം എന്നുള്ളൊരു മറു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നു. എനിക്കത് അധികം ദിവസങ്ങൾക്ക് വേണ്ടിയില്ല. ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഹൈക്കോടതിയുടെ തന്നെ പരാമർശം വരാൻ പോവുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇപ്പോഴത്തെ SIT അന്വേഷണ റിപ്പോർട്ട് കൊടുക്കും. ഹൈക്കോടതിക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാം. ഹൈക്കോടതിയിൽ നിന്നും മുഖമടിച്ച് അടികിട്ടി കഴിയുമ്പോൾ, ശക്തമായ വിമർശനം ഉണ്ടാകുമ്പോൾ, ഇത് ഒരു ദേവസ്വം ബോർഡിലോ അല്ലെ ഏതാനും ഉദ്യോഗസ്ഥന്മാരിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ അഴിമതിയുടെ മഞ്ഞുമലയ്ക്ക് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ഉത്തരവാദിയാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഈ അന്വേഷണം ഇത്രയും മുന്നോട്ട് പോകും? ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണത്രേ, പിണറായി വിജയൻ സർക്കാരിന്റെ ക്രെഡിറ്റ് ആണത്രേ ഈ അന്വേഷണം മുന്നോട്ട് പോയത്. ഒന്നുമല്ല. നിങ്ങൾ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ, ഈ അന്വേഷണത്തെ നിങ്ങളുടെ കീഴിലായിരുന്നു ഈ അന്വേഷണം നടന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തുന്ന അന്വേഷണം ഞങ്ങൾ കാണുന്നുണ്ട്. വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ, DGP തന്നെ, വിജിലൻസ് ഡയറക്ടർ തന്നെ പറയുന്നു അജിത് കുമാർ. അത് തന്നെയാണ് പ്രൊഫസർ ODK ബേബി ഞാൻ ചോദിച്ചതും. ഇത്തരം കേസുകൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പല കേസുകളും ഈ ഹൈക്കോടതി പോലുള്ള ഇത്തരം നിരീക്ഷണത്തിൽ ഇത്തരം ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ആ കേസിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കുമെന്നുള്ളതും ഏതൊക്കെ നേതാക്കൾ ഇപ്പോൾ അഴിയണ്ണേണ്ടി വരുമെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചത്. താങ്കൾ തന്നെ കൃത്യമായ മറുപടി പറഞ്ഞു. ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം. ശ്രീ രാജേഷ് ചിറക്കൽ, ഞാൻ ഇപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലർ ചോദിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് അവിശ്വാസികളായ CPM നേതാക്കൾ ക്ഷേത്രവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ധിക്കരിച്ചതിന് പുറമെ ഭരണ സംവിധാനത്തെ ചൊൽപ്പടിയിൽ നടത്തി ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്നാണ് തെളിയുന്നത്. ഇത് പാർട്ടിയുടെ മതേതര മുഖം മൂടി അഴിച്ചു മാറ്റുന്നതല്ലേ എന്നുള്ള പ്രസക്തമായ ചോദ്യങ്ങളും ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരുന്നു. അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാനാണെങ്കിൽ പ്രതികരിക്കാം. അവിശ്വാസികളായ CPM എന്ന് പറഞ്ഞാൽ CPM എവിടെയെങ്കിലും ഈശ്വരവിശ്വാസികൾ അല്ലാത്ത ആളുകൾ ആയിരിക്കണം CPMൻ്റെ ആളുകളെന്നോ അനുഭാവികളെന്നോ പ്രവർത്തകരെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളൊരു മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. ഈശ്വരൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കാനോ ചെയ്യുന്നത്. താങ്കൾ കേട്ടോ? മുഷ്ടി ചുരുട്ടി സ്വാമി അയ്യപ്പൻ അല്ലല്ല, അതല്ല പരിഹാസത്തല്ല. ഞാനൊരു കാര്യം പറയല്ലേ, ബഹുമാന്യായ കോൺഗ്രസിൻ്റെ നേതാവ് ODK ബേബി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരിഹാസ്യമായ പല കാര്യങ്ങളും പറയാം. ഇതൊരു തമാശ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്.
അത് നമ്മുടെ നയപരമായ ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഒരു ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ വ്യക്തിപരമായി സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ്. അവിടെ CPM നേതാക്കൾ മുഴുവൻ നിരീശ്വരവാദികളാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസികളല്ല എന്നുള്ളതൊക്കെ അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ CPM അല്ലല്ലോ, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു വിഷയമല്ലല്ലോ ഇത്, ആണോ? ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ്. അല്ല CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഉള്ള ഭരണമല്ലല്ലോ ഇത്, ആണോ? അല്ലല്ലോ. ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലുള്ള ഭരണമല്ല ഇത്. നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്ത് CPM പോലുള്ളൊരു പാർട്ടിയും മറ്റു ഇടതുപക്ഷ അതിനോട് ചേരുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരുമായിട്ടുള്ള പാർട്ടികളും കക്ഷികളും ചേർന്നിട്ടുള്ള ഒരു മുന്നണി, ഒരു ജനാധിപത്യ മുന്നണി, ഇത്രയേ ഉള്ളൂ. അല്ലാതെ CPIMൻ്റെ ആഭ്യന്തര വിഷയം, അവരുടെ പിന്നെ പ്രത്യയശാസ്ത്ര വിഷയമൊന്നും ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അങ്ങേയറ്റം അത് പറഞ്ഞ, അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതിന് മറുപടി പറയണമെങ്കിൽ പറയാം. അതൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയം CPMന് ഇത് കേരള ഗവൺമെൻറ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡിയാണ്, മനസ്സിലാക്കണം. ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ബോഡി. ആ ബോഡിയിൽ കേരള ഗവൺമെൻറ്റിന് ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ നിയമപരമായിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇപ്പം രാഷ്ട്രീയമായ താല്പര്യം എന്താണ്? രാഷ്ട്രീയമായ താല്പര്യം ഒറ്റ കാര്യമുള്ളൂ, ഇതെങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിലേക്ക് കൊണ്ടുവരണം, ഇടതുപക്ഷ ജനാധിപത്യമുള്ള മന്ത്രിമാരിലേക്ക് എത്തിക്കണം, പ്രത്യേകിച്ച് CPIM നേതാക്കന്മാരിലേക്ക് ഇത് എത്തിക്കണം, മുൻ മന്ത്രിമാരിലേക്ക് എത്തിക്കണം. ഇത് ഇങ്ങനെ എത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ ബഹുമാനായ റോണി കെ ബേബി പറഞ്ഞ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അത് നമുക്ക് പിന്നെ മറ്റൊരു അവസരത്തിൽ വേണമെങ്കിൽ പറയാം. ശ്രീ ഷാജി, അവസാനമായി CPM നോമിനികൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറി എന്നുള്ളൊരു സാഹചര്യം തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും അടിവരയിടുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ, ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ? അല്ല, ഇത് വലിയൊരു പ്രശ്നം എന്നുള്ളത് ഇടതു ജനാധിപത്യ മുന്നണിയൊക്കെയാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ നിലവിലുള്ള ചിത്രത്തിൽ, അതായത് ദേവസ്വം വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുത്തുള്ള CPM തന്നെയാണ്. അല്ലാതെ ഘടകകക്ഷികൾക്ക് അപ്പുറത്ത് CPMൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലിരുന്നത്, ഇപ്പോൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയെ നയിക്കുന്ന, മുന്നണിയെ നയിക്കുന്ന ആളുകളിലേക്ക് ഈ ചോദ്യപനകൾ ഉയരും. അപ്പോൾ ഉയരുന്നതിൻ്റെ സാഹചര്യം കൊണ്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി കേരള സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ച, ഭരണത്തെ സംബന്ധിച്ച, അല്ലെങ്കിൽ ഭരണ നടപടികളെ സംബന്ധിച്ച, അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലെ വളരെ തീക്ഷ്ണമായിട്ടുള്ള, വളരെ പൊതു താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് ശബരിമല. കാരണം ശബരിമല എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രത്തിൻ്റെ പ്രശ്നമോ അവിടുത്തെ വിശ്വാസികളുടെയോ മാത്രം പ്രശ്നമല്ല. കാരണം പൊതുസമൂഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ ഏറ്റവും പരമപവിത്രമായിട്ടുള്ള അതിൻ്റെ ഈടുവെപ്പുകൾ അതെല്ലാം കൊള്ളയടിക്കപ്പെടുകയും അപഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഉണ്ടാകുമ്പോൾ അതിന് ഭരണപരമായ വീഴ്ചയുടെ വലിയൊരു അംശമുണ്ട്. കാരണം അതില്ലാതെ, ഭരണപരമായ വീഴ്ചയില്ലാതെ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ വീഴ്ചയിലേക്ക്, ഒരു വലിയ പതനത്തിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായ പ്രതിഷേധങ്ങൾ ഉയരും, അതിനെതിരായ ശബ്ദങ്ങൾ ഉയരും. അതുതന്നെയാണ് കേരള ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ശരി, എന്തായാലും നന്ദി പ്രൊഫസർ റോണി കെ ബേബി, ഒപ്പം തന്നെ ശ്രീ കെ ഷാജി, ശ്രീ രാജേഷ് ചിറപ്പാട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിച്ചതിന്. ഇന്നത്തെ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്.